നമസ്കാരം. നമസ്കാരം. നമസ്കാരം ടെനി. ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? അല്ല, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ എന്നുള്ള എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. പിന്നെ എങ്ങനെ നടക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? അവാർഡ് വല്ലതും വാങ്ങിക്കണ്ടേ? പുരസ്കാരങ്ങൾ. ഞങ്ങൾക്ക് അവാർഡ് വല്ലതും വേണ്ടെന്നല്ല. അത് നല്ല സ്ക്രിപ്റ്റ് വരുമ്പോ നമ്മൾ അഭിനയിക്കും, അവാർഡുകൾ കിട്ടുമായിരിക്കും. അവാർഡ് കിട്ടും, അതെ, അങ്ങനെയല്ലേ ഉള്ളൂ. അതേ ബാറിലെ പെക് മെഷർ പോലുള്ള സാധനം വാങ്ങിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. സ്റ്റേറ്റ് അവാർഡ്, ദേശീയ അവാർഡ്, അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണ്ടേ? അങ്ങനത്തെ അവാർഡുകളൊക്കെ കിട്ടണ്ടേ? അങ്ങനെ നല്ല അങ്ങനെ ഒരു സാധനം ഇതിനകത്തുണ്ട്. അവാർഡും കട്ടെടുത്തോണ്ടാണ് വന്നേക്കണത്. അതല്ല, പിന്നെ അതിനുള്ള സ്ക്രിപ്റ്റുമായിട്ടാണ് വന്നേന്ന്. സ്ക്രിപ്റ്റുമായിട്ട് വന്നിരിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ ഇനിയിപ്പം പ്രൊഡക്ഷൻ സൈഡിലോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞ് നിർമ്മാതാവുകയാണ് അല്ലേ? അതൊക്കെ അതാവുമ്പോ നമുക്ക് നല്ല സംവിധായകരും നല്ല ആക്ടേഴ്സിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാമല്ലോ. ഇനി ഇതിലേതെങ്കിലും ഒരു വിരലൻ തൊട്ടെ. വിരലിൽ തൊടണം. ഞാൻ തൊട്ടോട്ടെ? അല്ലല്ല, ഇവിടെ ഞാൻ തൊടാം. ഓക്കെ, ഞാൻ പറയുന്നു, എനിക്ക് ഇപ്പുറത്തെ വിരല്. അതെ. ഭാഗ്യമല്ല വിശാരടി, ടിനിക്കാണ് ഭാഗ്യം. ഈ പടത്തിന്റെ നിർമ്മാതാവാകാനുള്ള ഭാഗ്യം ടിനിറ്റോനാണ്. ഇതിൽ നായകനായിട്ട് ആരാണ് ഉദ്ദേശിക്കുന്നത്? നായകനാര്? പിഷാരടി തന്നെ. അല്ല, പിഷാരടി നായകനായ ടിനി പ്രൊഡ്യൂസ് ചെയ്യൂ. പിഷാരടി എൻ്റെ സുഹൃത്തല്ലേ. എനിക്ക് കുറച്ച് പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിഷാരടിനെ വെച്ച് ഞാൻ തയ്യാറാണ്. ഒരു കുഴപ്പം. അതിപ്പോ ടിനിച്ചേട്ടാ തിരിച്ചും എനിക്കൊരു ഇച്ചിരി പൈസ കിട്ടുവാണെങ്കിൽ ടിനിച്ചേട്ടനെ വെച്ച് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാനും തയ്യാറാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാശ് കിട്ടാത്തത്. ഈ സ്ക്രിപ്റ്റ് ആരോ ചെയ്യാൻ പറ്റുന്നതാണ്? പിഷാരടി മാത്രം വെച്ച് ചെയ്യാനുള്ളതാണ്. അല്ല, നമുക്ക് മമ്മൂക്ക ലാലേട്ടനെ വെച്ച് ആലോചിക്കാൻ പറ്റില്ല. അല്ല, മമ്മൂക്കയെ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. മമ്മൂക്കയ്ക്ക് വേറൊരു ഇമേജ്, അദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാർ ഇമേജ്. മോഹൻലാലിന് സൂപ്പർ സ്റ്റാറിന്റെ ഇമേജാണ്. ആ ഇമേജ് ഒന്നും ഈ ത്രെഡിന് പറ്റിയതല്ല. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഒരു ഇമേജും ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ പിന്നെ പിഷാരടി അല്ലേ പറ്റുമോ? ടിനിയുടെ വീട് ആലുവയിലല്ലേ? ആലുവ. എൻ്റെ കളഞ്ഞുപോയ ബൈക്ക് കണ്ടിട്ടുണ്ടോ? ആലുവ കൂടി എന്തോരം ബൈക്ക് ഓടണം, അതൊക്കെ കളഞ്ഞു പോയെന്ന് ഞാൻ എങ്ങനെ അറിയാന്? അതല്ല, ഈ കളഞ്ഞുപോയ എൻ്റെ ബൈക്ക് എന്ന് പറയുന്ന സിനിമ. അത് 2-3 വർഷം മുമ്പ് അനൗൺസ് ചെയ്തല്ലേ? അതെ. ഇറങ്ങിയില്ലേ അത്? ഇല്ല, ഇറങ്ങിയില്ല. അത് ടീസർ കുറെ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. 10-25 ടീസറെങ്കിലും പോയിട്ടുണ്ട്. 25 ടീസറോ? പിന്നെ ഒന്നാമത്തെ ടീസർ ഇറക്കി, ആരും കണ്ടില്ല. രണ്ടാമത്തെ ടീസർ ഇറക്കി, ആരും കണ്ടില്ല. അങ്ങനെ ഒരു 10-25 പ്രാവശ്യമെങ്കിലും ടീസർ ഇറക്കി. അത്രയും ടീസർ ഇറക്കിയപ്പോൾ തന്നെ ഏകദേശം ഇന്റർവെല്ലിന്റെ കഥ വരെ ആയി. അത് കഴിഞ്ഞിട്ട് റിലീസിന് വേണ്ടി നാളെ റിലീസാണെങ്കിൽ ഇന്നൊരു ചാനൽ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂവിൽ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ അറിയാതെ ബാക്കി കഥയും കൂടെ അങ്ങ് പറഞ്ഞ് ക്ലൈമാക്സും അങ്ങ് പറഞ്ഞു. പിന്നെ റിലീസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുകൊട്ടെ. അല്ല, ഈ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എഴുതി എന്ന് പറഞ്ഞില്ലേ? ആ സ്ക്രിപ്റ്റ് കയ്യിൽ എഴുതി തന്നെയാണോ വെച്ചിരിക്കുന്നത്? ഇല്ല, എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ലേ? മനസ്സിലുണ്ട്. മനസ്സിലിട്ടാ എങ്ങനെയാണ്? മറ്റൊന്നും കൊണ്ടല്ലേ, ഞാനൊരു ചെറിയ ഹോട്ടലിലാണ് താമസിക്കുന്നത്, വലിയ ചാർജൊന്നും ഇല്ലാത്ത. അപ്പോൾ അവിടെ എൻ്റെ കുറേ 2 സുഹൃത്തുക്കൾ അതിനകത്ത് തന്നെ ഉണ്ട്. അത് പോരാഞ്ഞ് പിന്നെ വെളിയിൽ നിന്ന് കുറേ പേര് വന്നും പോയും ഒക്കെ ഇരിക്കുന്നതാണ്. ഇവന്മാരാരെങ്കിലും ഇത് ഉദയനാണ് താരത്തിലെ കണക്ക് മോഷ്ടിച്ചോണ്ട് കാണാൻ പോയില്ലേ? എത്ര പേരാ കൊണ്ടുപോയി കാണുന്നത്? കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? അല്ല, അപ്പൊ നിങ്ങളിത് സിനിമയാക്കി കഴിഞ്ഞാലും നിങ്ങളുടെ കഥയാണ്, വേറെ ആരും അറിയാൻ പാടില്ലാത്തൊരു കഥയാണല്ലോ. നിങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ്. നിങ്ങളിത് സിനിമയാക്കിയിട്ട് ഇറക്കി കഴിയുമ്പോൾ ഇത് തിയേറ്ററുകളിൽ വരും. തിയേറ്ററുകളിൽ വരുമ്പോൾ ആളുകൾ ഇത് കാണാൻ വരും, കാണും. കണ്ടു കഴിയുമ്പം നിങ്ങളുടെ ഈ കഥ ഇത് കണ്ട എല്ലാരും മനസ്സിലാക്കിയില്ലേ, പോയില്ലേ? അത് ശരിയാണ്. അത് ശരിയാ, അത്ര ഞാൻ ചിന്തിച്ചില്ല. അപ്പൊ ഷൂട്ട് ചെയ്യണ്ടല്ലേ? ഷൂട്ട് ചെയ്യണ്ട. അത് താങ്കളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, ആരും അറിയണ്ട. ഓക്കെ. താങ്ക് യു. ഞാൻ അറിഞ്ഞില്ല കഥ. ഓക്കെ.